ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ലാലേട്ടന്റെ നായകനാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ സമീപകാലത്തെ വലിയ സിനിമയായ മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലെ 3-ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ, അതിൽ വേൾഡ് വൈഡ് ഇനിയും കൃത്യമായ ഫിഗേഴ്സ് പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും ഏകദേശം ഉറപ്പിക്കാവുന്ന കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. വലിയ പ്രതീക്ഷകളോട് തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ ബ്രഹ്മാണ്ഡ ബിഗ് ബഡ്ജറ്റ് സിനിമ തിയേറ്ററുകളിൽ ആദ്യ ദിവസം പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയെങ്കിൽ പോലും പല പ്രമുഖ മലയാളം സിനിമകളെക്കാൾ വമ്പൻ കളക്ഷനാണല്ലോ ആദ്യ ദിവസം സിനിമ കേരളത്തിലും ലോകമെമ്പാട് നിന്നും നേടിയെടുത്തത്. ആദ്യ ദിവസം കേരളത്തിൽ 5,85,00,000, ലോകമെമ്പാട് നിന്ന് 12 കോടി രൂപയ്ക്ക് മുകളിലും ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇപ്പോഴത്തെ ഇന്നലെ 2-ാം ദിവസം കേരളത്തിൽ നിന്നും 2,50,00,000 ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ആകെ 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും 8,35,00,000 സിനിമയുടെ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അത് 2 ദിവസത്തെ കളക്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ മികച്ചൊരു കളക്ഷൻ തന്നെ കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം സിനിമയുടെ വേൾഡ് വൈഡ് കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ 2-ാം ദിവസം ഏകദേശം 4 കോടിയോളം രൂപയാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. അങ്ങനെയെങ്കിൽ 16,50,00,000 മുകളിലാണ് 2 ദിവസങ്ങൾ കൊണ്ട് മലൈക്കോട്ടെ വാലിബൻ ലോകമെമ്പാട് നിന്നും നേടിയെടുത്തിരിക്കുന്നത്. ഇനിയും കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ അല്ല ഇത് എന്ന് പറഞ്ഞുകൊള്ളട്ടെ, എസ്റ്റിമേറ്റഡ് കണക്കുകളാണ്. എന്തായാലും ഇന്നലെ നാം പ്രതീക്ഷ വേൾഡ് വൈഡ് കളക്ഷൻ 3 കോടിക്ക് മുകളിലാണ്. അതിപ്പോഴത്തെ 4 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കാനഡയിൽ നിന്നും സിനിമയ്ക്ക് വലിയൊരു നിരാശ വാർത്ത ആദ്യ ദിവസം തന്നെ എത്തിയിരുന്നു. പല സൗത്ത് ഇന്ത്യൻ സിനിമകളെയും സമീപകാലത്ത് അവിടെ മാഫിയകളെല്ലാം തന്നെ അറ്റാക്ക് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ തിയേറ്ററുകളിൽ നിന്ന് ഷോകൾ എടുത്ത് കളയുന്നതെല്ലാം തന്നെ നാം കാണാറുണ്ട്. അതേപോലെ മലൈക്കോട്ടെ വാലിബനും സംഭവിച്ചിരിക്കുകയാണ്. ആദ്യ ദിവസം ഏകദേശം 1 കോടിയോളം രൂപ പ്രീസെയിൽ നേടിയെടുത്ത സിനിമയ്ക്ക് കാനഡയിൽ ഒരു ഷോ പോലും കളിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് റിപ്പോർട്ട്. സിനിമയ്ക്ക് കാനഡയിൽ നിന്നുള്ള 1 കോടി നഷ്ടമാകുകയും അതോടൊപ്പം തന്നെ അവിടെ സിനിമയ്ക്ക് നേടിയെടുക്കാമായിരുന്ന കളക്ഷൻ എല്ലാം തന്നെ നഷ്ടമാകുന്ന ഒരു കാഴ്ചയാണ് ഇതോടെ മലൈക്കോട്ടെ വാലിബന്റെ കാര്യത്തിൽ കണ്ടത്. അങ്ങനെ 2 ദിവസങ്ങൾ തിയേറ്ററുകളിലെ പിന്നിട്ട സിനിമ 16 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ എത്തുമ്പോൾ ഇന്നും നാളെയും കൂടി എത്ര കളക്ഷൻ നേടിയെടുക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ, കൂടുതൽ വാലിബന്റെ അപ്ഡേറ്റുകൾ കേട്ടാം.